എവരിവൺ, വെൽക്കം ബാക്ക് ടു ചാനൽ IAS ടോക്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. സോ ലെറ്റ്സ് മൂവ് ടു ദ ടോപ്പിക്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അഥവാ മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4 DPSPയെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് DPSPയെ പറ്റി പറയുന്നത്. ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഇന്ത്യ ഈ ഒരു DPSP എന്ന ആശയം കടമെടുത്തിട്ടുള്ളത്. എന്നാൽ ലോകത്തിൽ ആദ്യമായി മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാജ്യം സ്പാനിഷാണ്. സോ അതുകൊണ്ട് തന്നെയും സ്പാനിഷിൽ നിന്നാണ് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ DPSP കോപ്പി ചെയ്തിരിക്കുന്നത്. BR അംബേദ്കർ DPSPയെ നോവൽ ഫീച്ചേഴ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. DPSPയും അതിനോടൊപ്പം ഫണ്ടമെൻ്റൽ റൈറ്റ്സും ചേർന്ന് കഴിഞ്ഞാൽ അത് ഭരണഘടനയുടെ ഫിലോസഫിയാണെന്നും ഭരണഘടനയുടെ ആത്മാവാണെന്നും പറയപ്പെടുന്നു. ഗ്രാൻവില്ലേ ഓസ്റ്റിൻ DPSPയും ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെയും ഒരുമിച്ച് പറഞ്ഞത് കോൺഷ്യൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്, അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി എന്നാണ്. ഇനി നമുക്ക് DPSP എന്താണെന്ന് നോക്കാം. DPSP എന്ന് പറയുമ്പം കുറേയധികം ഇൻസ്ട്രക്ഷൻസും റെക്കമെൻഡേഷൻസും ഐഡിയൽസുമാണ് DPSP എന്ന് പറയുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസും റെക്കമെൻഡേഷൻസും ഒക്കെ ആർക്ക് വേണ്ടിയുള്ളതാണ്? ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, അഡ്മിനിസ്ട്രേഷൻ അഫയേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത്തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. സോ മനസ്സിലാക്കി വെക്കുക, DPSP എന്ന് പറയുന്നത് കുറേയധികം ഇൻസ്ട്രക്ഷൻസ് ആണ്. ലെജിസ്ലേച്ചറിനും എക്സിക്യൂട്ടീവിനും ഒക്കെയുള്ള കുറേയധികം നിർദ്ദേശങ്ങളാണ് DPSP എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആർട്ടിക്കിൾ 36 വരികയാണെങ്കിൽ ആർട്ടിക്കിൾ 36ഉം 37ഉം നമുക്കൊരു ഇൻട്രൊഡക്ടറി ആർട്ടിക്കിൾ ആയിട്ട് എടുക്കാം. സോ ആർട്ടിക്കിൾ 36 പറയുന്നത് സ്റ്റേറ്റ് എന്ന വാക്കിൻ്റെ മീനിങ് ആണ്. ആർട്ടിക്കിൾ 36 പറയുന്നു, ആർട്ടിക്കിൾ 12 അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിലെ ആർട്ടിക്കിൾ 12 എന്താണോ സ്റ്റേറ്റിന് കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ, ആർട്ടിക്കിൾ 12 സ്റ്റേറ്റിന് ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അതേ ഡെഫിനിഷൻ തന്നെയാണ് സ്റ്റേറ്റിൻ്റെ ഡെഫിനിഷൻ എന്നാണ് ആർട്ടിക്കിൾ 36 പറഞ്ഞിട്ടുള്ളത്. ഒന്നുകൂടെ അവർ ഡിഫൈൻ ചെയ്ത് പറഞ്ഞിട്ടില്ല. ആർട്ടിക്കിൾ 12 എന്ത് പറയുന്നു അതേ ഡെഫിനിഷൻ തന്നെയാണ് സ്റ്റേറ്റിൻ്റെ ഡെഫിനിഷൻ എന്ന് മാത്രമേ ആർട്ടിക്കിൾ 36 പറയുന്നുള്ളൂ. അതുപോലെ തന്നെ DPSPയെ വിശേഷിപ്പിക്കുന്നത് ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്നാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആദ്യമായിട്ട് നമ്മൾ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്നൊരു പ്രയോഗം കാണുന്നത്. അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആദ്യമായി ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന കുറേയധികം നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ കുറേയധികം ഇൻസ്ട്രക്ഷൻസ് വരുന്നത്. ആ ടൈമിൽ ഗവർണർ ജനറലിനും അല്ലെങ്കിൽ ഗവർണേഴ്സിനും വേണ്ടിയിട്ടുള്ള അവർ പാലിക്കപ്പെടേണ്ടതായിട്ടുള്ള കുറേയധികം ഇൻസ്ട്രക്ഷൻസ് ആയിരുന്നു ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സോ അതുപോലെ തന്നെയാണ് DPSP എന്നും പറയുന്നു. അതുകൊണ്ടാണ് DPSP എന്തായിട്ട് വിശേഷിപ്പിച്ചത്? ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് വിശേഷിപ്പിച്ചത്. എന്നാൽ ഒരു വ്യത്യാസം മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് ഗവർണർ ജനറലിനും ഗവർണേഴ്സിനും വേണ്ടിയിട്ടുള്ളതായിരുന്നു. എന്നാൽ DPSP എന്ന് പറയുമ്പോൾ അത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ലെജിസ്ലേച്ചറിനും എക്സിക്യൂട്ടീവ് അഫയേഴ്സിനും വേണ്ടിയിട്ടൊക്കെ ഉള്ളതാണ് DPSPയിലെ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. സോ അത് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ DPSPയിലൂടെ സാമ്പത്തികമായും സാമൂഹികമായും ഒരു ജനാധിപത്യം ഉറപ്പാക്കുക എന്നതാണ് പ്രധാനമായിട്ടും ലക്ഷ്യം. ആൻഡ് നമ്മുടെ പ്രിയമ്പിളിൽ, നമ്മുടെ ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ലിബർട്ടി, ജസ്റ്റിസ്, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി ഇതെല്ലാം ഉറപ്പ് വരുത്തുന്നതുമാണ് DPSP എന്ന് പറയുന്നത്. ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന വലിയൊരു ലക്ഷ്യമാണ്, അല്ലെങ്കിൽ അതാണ് ഈ ഒരു DPSPയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. എല്ലാ ജനങ്ങളുടെയും അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ മുഴുവൻ ക്ഷേമമാണ് ഈ DPSPയിലൂടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് മറ്റ് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് DPSP നോൺ ജസ്റ്റിസിയബിൾ ആണ്. നമ്മൾ പറഞ്ഞു, ഒരു സംസ്ഥാനത്തിന് വേണ്ടുന്ന കുറേയധികം നിർദ്ദേശങ്ങളാണ് DPSP എന്ന് പറയുന്നത്. എന്നാൽ ഈ DPSP നടപ്പിലാക്കപ്പെടാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ നമുക്കൊരിക്കലും കോർട്ടിൽ പോയിട്ട് അതിനെതിരെ വാദിക്കാൻ കഴിയില്ല. അടുത്തതായി ആർട്ടിക്കിൾ 37 വരുമ്പോൾ അവിടെ പറയുന്നത് DPSP എന്തല്ല, ഫണ്ടമെൻ്റൽ അല്ല എന്നും മറിച്ച് ഈ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെയും അല്ലെങ്കിൽ ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഒക്കെയും എന്താണ്? ഒരു സംസ്ഥാനത്തിൻ്റെ കടമയാണ്, ഡ്യൂട്ടി ഓഫ് എ സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. ഒരു സംസ്ഥാനത്തിന് ഇന്ന നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്, അവർക്കത് വേണമെങ്കിൽ പാലിക്കാം, അഥവാ അവർക്കത് പാലിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അതിനെതിരെ നടപടിയോ നിയമമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ ഈ ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ
ജുഡീഷ്യൽ റിവ്യൂവിന് വേണ്ടി, അതായത് കോർട്സിന്, ഹൈക്കോർട്ടോ സുപ്രീം കോർട്ടോ ഒക്കെ ആകട്ടെ, അവർക്ക് ഭരണഘടനാ സാധ്യത, ഒരു നിയമത്തിൻ്റെ ആ നിയമത്തിൽ എത്രത്തോളം ഭരണഘടനാ സാധ്യതയുണ്ടെന്നുള്ളത് ഈ DPSPയിലൂടെ അവർക്ക് എക്സാമിൻ ചെയ്യാനും ഡിറ്റർമിൻ ചെയ്യാനൊക്കെ പറ്റും. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു സംസ്ഥാനത്തിന് വേണ്ടി കുറേയധികം ഒരു വെൽഫെയർ സ്റ്റേറ്റിന് വേണ്ടിയിട്ടുള്ള കുറേയധികം നിർദ്ദേശങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു നിയമത്തെ അത് കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ എക്സാമിൻ ചെയ്യാൻ കോർട്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയുന്നത്, ആർട്ടിക്കിൾ 14ഉം 19ഉം വയലേറ്റ് ചെയ്യുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു DPSP വരികയാണെങ്കിൽ അത് ആപ്ലിക്കബിൾ ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് വേഗം ഒന്ന് റീകളക്ട് ചെയ്യാം. പാർട്ട് 4ലാണ് DPSP അടങ്ങിയിരിക്കുന്നത്. ആർട്ടിക്കിൾ 36 to 51. ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് DPSP എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത്. ഡോക്ടർ BR അംബേദ്കർ DPSPയെ നോവൽ ഫീച്ചേഴ്സ് എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. DPSPയും ഫണ്ടമെൻ്റൽ റൈറ്റ്സും കൂടെ ഒരുമിച്ച് ചേരുമ്പോൾ അതിനെ ഫിലോസഫി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും വിശേഷിപ്പിച്ചിരിക്കുന്നു. കോൺഷ്യൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഗ്രാൻവില്ലെ ഓസ്റ്റിൻ DPSPയും ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെയും വിശേഷിപ്പിച്ചത്. ആൻഡ് അതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് വരുമ്പോൾ, DPSP എന്ന് പറയുന്നത് കുറേയധികം ഇൻസ്ട്രക്ഷൻസ് ആൻഡ് റെക്കമെൻഡേഷൻ ആണ് ലെജിസ്ലേച്ചറിനും എക്സിക്യൂട്ടീവിനും അവരുടെ ആ ഒരു അഫയേഴ്സ് എല്ലാം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേയധികം ഇൻസ്ട്രക്ഷൻസ് ആണ്. ആൻഡ് ആർട്ടിക്കിൾ 36ൽ സ്റ്റേറ്റിൻ്റെ ഡെഫിനിഷൻ പറയപ്പെടുന്നു. ആർട്ടിക്കിൾ 12ൽ, അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർട്ടിക്കിൾ 12ൽ എന്താണോ സ്റ്റേറ്റിന് കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ, സെയിം ഡെഫിനിഷൻ തന്നെയാണ് ഇവിടെ ആർട്ടിക്കിൾ 36ൽ എന്നുറപ്പ് വരുത്തുന്നു. ആൻഡ് DPSPയെ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935ലാണ് ആദ്യമായി നമ്മൾ ഈ ഒരു പ്രയോഗം കാണുന്നത്. ആ സമയത്ത് ഗവർണർ ജനറലിനും ഗവർണേഴ്സിനും വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആയിരുന്നു അത്. എന്നാൽ DPSPയിലേക്ക് വരുമ്പോൾ അത് ലെജിസ്ലേച്ചറിനും എക്സിക്യൂട്ടീവിനുമുള്ള ഇൻസ്ട്രക്ഷൻസ് ആകുന്നു. ആൻഡ് പ്രിയമ്പിളിൽ പറഞ്ഞിട്ടുള്ള ലിബർട്ടി, ജസ്റ്റിസ്, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി ഇതെല്ലാം ഉറപ്പുവരുന്നതാണ് DPSP എന്ന് പറയുന്നത്. DPSPയുടെ പ്രധാന ലക്ഷ്യം ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആണ്. ഇത് നോൺ ജസ്റ്റിസിയബിൾ ആണ്. ആൻഡ് ആർട്ടിക്കിൾ 37ൽ പറയുന്നു ഇത് ഫണ്ടമെൻ്റൽ അല്ല, മറിച്ച് ഇതൊരു സംസ്ഥാനത്തിൻ്റെ ഡ്യൂട്ടി മാത്രമാണ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ DPSP കോർട്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ജുഡീഷ്യൽ റിവ്യൂവിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു നിയമത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി എക്സാമിൻ ചെയ്യാനും ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ആർട്ടിക്കിൾ 14ഉം 19ഉം വയലേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു DPSP വരികയാണെങ്കിൽ അത് ആപ്ലിക്കബിൾ ആണ് എന്ന് പറയുന്നു. സോ ദ സെക്കൻഡ് പോർഷൻ, ഇനി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ശരിക്കും ഭരണഘടനയിൽ ഇത്തരത്തിലൊരു ഡിവിഷനോ കാര്യങ്ങളോ ഇല്ല. നമ്മുടെ പഠന എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ഡിവിഷൻ. So the first one is socialistic principle, the second one is Gandhian principle, and the third one is liberal intellectual principle. Socialistic principles. Socialistic principle എന്ന് പറയുമ്പം ഒരു സോഷ്യലിസം, നമുക്ക് ആ വേർഡിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും സോഷ്യലിസ്റ്റിക് ഐഡിയോളജിയാണ് ഇതിൽ ഫോളോ ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് ആണ് ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെയും സോഷ്യൽ ജസ്റ്റിസ് ഉറപ്പുവരുത്തുക, എക്കണോമിക് ജസ്റ്റിസ് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. സോ ഇനി ഇതിൻ്റെ പോയിൻറ്റ്സിലേക്ക് വരുമ്പോൾ, ദ ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് നമ്മൾ ഓൾറെഡി 36ഉം 37ഉം ആർട്ടിക്കിൾ പറഞ്ഞു. അപ്പോൾ ഇനി മുതൽ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് തുടങ്ങുകയാണ്. അതായത് 38 മുതൽ 51 വരെയുള്ള ആർട്ടിക്കിൾസ് ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. സോ ദ ഫസ്റ്റ് വൺ ഈസ് ആർട്ടിക്കിൾ 38. അതിൽ പറയുന്നത് വെൽഫെയർ ഓഫ് ദ പീപ്പിൾ, അതായത് എല്ലാ ജനങ്ങളുടെയും ക്ഷേമമാണ് പറയുന്നത്. ഒരു സോഷ്യൽ ഓർഡർ കൊണ്ടുവരുന്നതിലൂടെ ആളുകളുടെ ക്ഷേമം ഉറപ്പാക്കുക, വെൽഫെയർ ഉറപ്പാക്കുക. എങ്ങനെയാണ്? സോഷ്യലി, എക്കണോമിക്കലി, പൊളിറ്റിക്കലി ഒക്കെ എന്ത് ചെയ്യണം? ജസ്റ്റിസ് കൊണ്ടുവരണം. അതോടൊപ്പം തന്നെ ഇന്നിക്വാളിറ്റീസ് എല്ലാം എന്ത് ചെയ്യുക? മിനിമൈസ് ചെയ്യുക. ഇൻകത്തിൻ്റെ, ഇപ്പോൾ വരുമാനത്തിൻ്റെ കണക്കിലാണെങ്കിലും സ്റ്റാറ്റസിൻ്റെ കണക്കിലാണെങ്കിലും ഒരാൾക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് ലഭിക്കുന്ന ഫെസിലിറ്റീസിൻ്റെ കണക്കിലാണെങ്കിലും ഓപ്പർച്യൂണിറ്റീസിൻ്റെ കണക്കിലാണെങ്കിലും ഈ ഒരു വിഭജനം, അല്ലെങ്കിൽ കുറച്ച് ആളുകൾക്ക് വേണ്ടി മാത്രം എല്ലാം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക, കുറച്ച് ആളുകളെ തഴയുക, അങ്ങനെയുള്ള വ്യവസ്ഥകളെല്ലാം മാറിയിട്ട് അത്തരത്തിലുള്ള ഇന്നിക്വാളിറ്റീസ് എല്ലാം മാറുക അല്ലെങ്കിൽ അത് കുറയ്ക്കുക എന്നുള്ളതാണ് ആർട്ടിക്കിൾ 38ൽ പറയുന്നത്. നെക്സ്റ്റ് വൺ ആർട്ടിക്കിൾ 39. സോ ആർട്ടിക്കിൾ 39ൽ 6 റൈറ്റ്സ് പറയുന്നുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് ദ റൈറ്റ് ടു ആഡിക്വേറ്റ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് ഫോർ ഓൾ സിറ്റിസൺ. എല്ലാ ജനങ്ങൾക്കും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിതമാർഗ്ഗങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അധികാരമാണ് 39A പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് കംസ് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെറ്റീരിയൽ റിസോഴ്സസ്. എന്ത് ചെയ്യാം? മെറ്റീരിയൽ റിസോഴ്സസ്, ഈ റിസോഴ്സ് എല്ലാം ഈക്വലായിട്ട് തന്നെ എന്ത് ചെയ്യണം? ആളുകളിലേക്ക് വിഭജിച്ച് കൊടുക്കണം.
ആൻഡ് ദ സി പാർട്ട് ഈസ് ദാറ്റ് പ്രിവെൻഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ആൻഡ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് കുറച്ച് ആളുകളിലേക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിയിലേക്ക് മാത്രം സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ ആ വെൽത്ത് മുഴുവൻ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ പാടില്ല. അതും എന്ത് ചെയ്യണം, അർഹതപ്പെട്ട എല്ലാ ആളുകളിലേക്കും എന്ത് ചെയ്യണം, വെൽത്ത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ആവണം. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ദാറ്റ് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഫോർ മെൻ ആൻഡ് വുമൻ. സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും തുല്യമായ ജോലി ചെയ്യുന്ന സാഹചര്യത്തിൽ തുല്യ വേതനം എന്ത് ചെയ്യുക, ഉറപ്പാക്കുക അല്ലെങ്കിൽ ലഭ്യമാക്കി കൊടുക്കുക. And the fifth point is preservation of the health and strength of workers and children against forcible abuse. അബ്യൂസിനെതിരെ കുട്ടികളെ സംരക്ഷിക്കുക, അതുപോലെ തന്നെ വർക്കേഴ്സിനെ ആണെങ്കിലും അവരുടെ ഹെൽത്തും സ്ട്രെങ്തും ഒക്കെ സംരക്ഷിച്ചു പോരുക എന്നുള്ളതാണ് ഫിഫ്ത്തിൽ പറയുന്നത്. ആൻഡ് ദ ഫൈനൽ വൺ, ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഹെൽത്തി ഡെവലപ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ. അതായത് കുട്ടികളുടെ ആരോഗ്യപരമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് എന്ത് ചെയ്യുക, ഉറപ്പാക്കുക. സോ ഇതാണ് ആർട്ടിക്കിൾ 39 പറയുന്ന 6 റൈറ്റ്സ്. ആൻഡ് ദ നെക്സ്റ്റ് ആർട്ടിക്കിൾ ഈസ് ദാറ്റ് 39A. സോ അവിടെ ഒരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട് 39A. സോ ആർട്ടിക്കിൾ 39A പറയുന്നത് ഫ്രീ ലീഗൽ എയ്ഡ് ടു ദ പുവർ. പാവപ്പെട്ട ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യണം, ഒരു ലീഗൽ എയ്ഡ്. നമുക്കറിയാം, പണം ചിലവാക്കി ഒരു വക്കീലിനെ, ഒരു കേസിൻ്റെ സാഹചര്യത്തിൽ വക്കീലിനെ നിയമിക്കാൻ സാധിക്കാത്ത പാവപ്പെട്ട ജനങ്ങൾക്ക് എന്ത് ചെയ്യാം, സർക്കാർ തന്നെ എന്ത് ചെയ്യുന്നു, ഫ്രീ ആയിട്ടുള്ളൊരു ലീഗൽ എയ്ഡ് കൊടുക്കുന്നു. സോ അതാണ് അതിൽ പറയുന്നത്. ദ നെക്സ്റ്റ് വൺ, ആർട്ടിക്കിൾ 41 പറയുന്നത് റൈറ്റ് ടു വർക്ക്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ. ജോലി ചെയ്യാനും വിദ്യാഭ്യാസം അല്ലെങ്കിൽ വിദ്യ അഭ്യസിക്കാനുമുള്ള റൈറ്റിനെ പറ്റിയാണ് അതിൽ പറയുന്നത്. ആൻഡ് ഓൾസോ ഇപ്പം ജോലി ഇല്ലാത്ത സാഹചര്യങ്ങൾ, ഒരു അൺഎംപ്ലോയ്മെൻറ്റ് സാഹചര്യമാണ്, അല്ലെങ്കിൽ ഒരു ഓൾഡ് ഏജ് സാഹചര്യം, സിക്നസ്, ഡിസേബിൾമെൻറ്റ്, എന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസബിലിറ്റീസോ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ പബ്ലിക് അസിസ്റ്റൻസ്, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കാനുള്ള ഒരു ഉറപ്പാണ് ഈ ഒരു ആർട്ടിക്കിൾ 41 പറയുന്നത്. ആൻഡ് ആർട്ടിക്കിൾ 42 വർക്കേഴ്സിൻ്റെ വർക്കിംഗ് കണ്ടീഷനാണ് പറയുന്നത്. അതായത് അവർക്ക് മാന്യമായിട്ടുള്ള ജോലി ആയിരിക്കണം കൊടുക്കേണ്ടത്. അതായത് ഒരുപാട് മണിക്കൂറുകൾ അല്ലെങ്കിൽ ഒരാൾക്ക് കഴിയുന്നതിനേക്കാൾ അപ്പുറം അമിതമായിട്ട് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാതെ ജസ്റ്റ് ആൻഡ് ഹ്യൂമൻ കണ്ടീഷൻസിലൂടെ എന്ത് ചെയ്യണം, അവർക്ക് വർക്ക് പ്രൊവൈഡ് ചെയ്യണം. ആൻഡ് ഓൾസോ സ്ത്രീകൾ കാണുന്നുണ്ടെങ്കിൽ മെറ്റേണിറ്റി റിലീഫും ലഭ്യമാക്കി കൊടുക്കുക എന്നതാണ് ആർട്ടിക്കിൾ 42 പറയുന്നത്. ആൻഡ് ആർട്ടിക്കിൾ 43 ലിവിങ് വേജിനെ പറ്റിയാണ് പറയുന്നത്. ലിവിങ് വേജ് എന്ന് പറയുമ്പം അവർക്ക് ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഇൻകം, ഒരു വരുമാനമാണ് അതിൽ പറയുന്നത്. സോ ലിവിങ് വേജ് എന്ത് ചെയ്യുക, ഉറപ്പാക്കുക. ആൻഡ് ആർട്ടിക്കിൾ 43, സോ ആർട്ടിക്കിൾ 43A ആണ്, അവിടെ ഒരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. ആർട്ടിക്കിൾ 43A പറയുന്നത് പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ ദ മാനേജ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ്. ഇൻഡസ്ട്രീസിലൊക്കെ എന്ത് ചെയ്യണം, വർക്കേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ, അവരുടെ പങ്കാളിത്തം ഉറപ്പാക്കുക. അവരുടെ പങ്കാളിത്തം ഉറപ്പാക്കുക എന്നതാണ് ആർട്ടിക്കിൾ 43A പറയുന്നത്. ആൻഡ് ദ ഫൈനൽ ആർട്ടിക്കിൾ 47. ആർട്ടിക്കിൾ 47 പറയുന്നത് എന്താണ്, ന്യൂട്രീഷൻ ലെവൽ ഇംപ്രൂവ് ചെയ്യണം. അതോടൊപ്പം തന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ആളുകളുടെ ജീവിത നിലവാരം എന്ത് ചെയ്യണം, മെച്ചപ്പെടുന്ന രീതിയിലേക്ക് പബ്ലിക് ഹെൽത്തും എന്ത് ചെയ്യുക, ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരിക എന്നതാണ് ആർട്ടിക്കിൾ 47 പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസിൽ അടങ്ങിയിട്ടുള്ളത്. സോ നമുക്ക് സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിളിൻ്റെ പോയിൻറ്റ്സ്, അതായത് ആർട്ടിക്കിൾസ് നമുക്കൊന്ന് വേഗം പറയാം. സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിളിൽ ഐഡിയോളജി ഓഫ് സോഷ്യലിസമാണ് ഫോളോ ചെയ്യുന്നത്. ആൻഡ് ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് എങ്ങനെയായിരിക്കണം, അതിൽ സോഷ്യൽ ജസ്റ്റിസ് ഉറപ്പുവരുത്തുക, എക്കണോമിക് ജസ്റ്റിസ് ഉറപ്പുവരുത്തുക. ആൻഡ് ദ ഫസ്റ്റ് ആർട്ടിക്കിൾ 38 ആണ് സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിളിൽ ആദ്യം പറയുന്നത്. ആർട്ടിക്കിൾ 38 എന്ന് പറയുമ്പോൾ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ആണ് ലക്ഷ്യമിടുന്നത്. ആൻഡ് ആർട്ടിക്കിൾ 39 വരുമ്പം 6 റൈറ്റ്സ് ആണ് അവിടെ പറയുന്നത്. അഡ്വക്കേറ്റ് മീൻസ് ഓഫ് ലിവ്ലിഹുഡ് ഫോർ ഓൾ സിറ്റിസൺ. And 39B, equal distribution of material resources. 39C, prevention of concentration of wealth. 39D, equal pay for equal work for men and women. 39E, preservation of health and strength of workers and children against forcible abuse. And the final one is that opportunities for healthy development of children. Article 39A പറയുന്നത് free legal aid ആണ്. ആൻഡ് ആർട്ടിക്കിൾ 41 റൈറ്റ് ടു വർക്ക്, എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ പബ്ലിക് അസിസ്റ്റൻസ്, അൺഎംപ്ലോയ്മെൻറ്റ്, ഓൾഡ് ഏജ്, സിക്നസ്, ഡിസേബിൾമെൻ്റ് ഒക്കെ വരുമ്പോൾ പബ്ലിക് അസിസ്റ്റൻസ് എന്ത് ചെയ്യുക, ഉറപ്പാക്കുക. ആൻഡ് ആർട്ടിക്കിൾ 42 പറയുന്നത് ഒരു ബെറ്റർ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ആൻഡ് ഹ്യൂമൻ വർക്കിംഗ് കണ്ടീഷൻ എന്ത് ചെയ്യണം, വർക്കേഴ്സിന് നൽകണം. അതോടൊപ്പം തന്നെ മെറ്റേണിറ്റി റിലീഫിനെ പറ്റി പറയുന്നതും ആർട്ടിക്കിൾ 42 ആർട്ടിക്കിൾ 43 വരുമ്പോഴേക്കും ഒരു ലിവിങ് വേജിനെ പറ്റിയിട്ടാണ് പറയുന്നത് അവിടെ. ആൻഡ് ആർട്ടിക്കിൾ 43A, ഇൻഡസ്ട്രീസിൽ വർക്കേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക. ആൻഡ് ദ ഫൈനൽ വൺ ഈസ് ദാറ്റ് ആർട്ടിക്കിൾ 47, അവിടെ എന്താണ് പറയുന്നത്, ന്യൂട്രീഷൻ ലെവൽ ഇംപ്രൂവ് ചെയ്യുക. പിന്നെ പബ്ലിക്കിലെ, അതായത് ആളുകളുടെ എല്ലാവരുടെയും ഹെൽത്ത് നല്ല രീതിയിൽ ഇംപ്രൂവ് ആവുന്നതോടുകൂടി അവരുടെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ത് ചെയ്യുക, മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുവരിക. സോ ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും ആർട്ടിക്കിൾസ് ആണ് സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസിൽ അടങ്ങിയിരിക്കുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് ഗാന്ധിയൻ പ്രിൻസിപ്പിൾ. ഗാന്ധിയൻ പ്രിൻസിപ്പിളിൽ
എന്തായിരിക്കും? ഗാന്ധിയൻ ഐഡിയോളജി ബേസ് ചെയ്താണ് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് പറയുന്നത്. ദ ഫസ്റ്റ് ആർട്ടിക്കിൾ ഈസ് ദാറ്റ് ആർട്ടിക്കിൾ 40. ആർട്ടിക്കിൾ 40 പറയുന്നത് വില്ലേജ് പഞ്ചായത്തൊക്കെ എന്ത് ചെയ്യുക? ഓർഗനൈസ് ചെയ്യുക. അതുപോലെ തന്നെ അവർക്ക് അവകാശപ്പെട്ടിട്ടുള്ള പവേഴ്സ് എന്ത് ചെയ്യുക? അവരുടെ ബെറ്റർ ഫംഗ്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സെൽഫ് ഗവൺമെൻറ് ആയിട്ട് പ്രവർത്തിക്കുന്നതിനായിട്ടുള്ള അധികാരം നൽകുക. ദ സെക്കൻഡ് വൺ ഈസ് ദാറ്റ് ആർട്ടിക്കിൾ 43. ആർട്ടിക്കിൾ 43 എന്ന് പറയുന്നത് കോട്ടേജ് ഇൻഡസ്ട്രിയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. വലിയ വലിയ വ്യവസായ സ്ഥാപനങ്ങൾ മാത്രമല്ല, മറിച്ച് ഇതേപോലുള്ള കോട്ടേജ് ഇൻഡസ്ട്രീസിനൊക്കെ എന്ത് ചെയ്യണം? പ്രൊമോഷൻ നൽകുക എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് ആർട്ടിക്കിൾ 43B. സോ ഇതൊരു അമെൻമെൻറ്റിലൂടെ വന്നൊരു ആർട്ടിക്കിളാണ്. ഇവിടെ പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഫങ്ഷൻസ്, ഫോർമേഷൻ, ഓട്ടോണമസ് ഫങ്ഷനിങ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ഇതിൻ്റെ എല്ലാം മാനേജ്മെൻറ്റിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് ആർട്ടിക്കിൾ 46. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആർട്ടിക്കിളാണ്. ഇവിടെ പറയുന്നത് SC/ST വിഭാഗം അവരുടെ എഡ്യൂക്കേഷണൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ എക്കണോമിക് ഇൻട്രസ്റ്റ് ഒക്കെ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ സൊസൈറ്റിയിലെ വീക്കർ സെക്ഷൻ ആയതുകൊണ്ട് തന്നെയും സോഷ്യൽ ഇൻജസ്റ്റിസ്, എക്സ്പ്ലോയിറ്റേഷൻ ഇവയൊക്കെ നേരിടാം. സോ ഇതിൽ നിന്നെല്ലാം എന്ത് ചെയ്യണം? ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നതുകൂടിയാണ് ആർട്ടിക്കിൾ 46 പറയുന്നത്. ദ നെക്സ്റ്റ് കംസ് ആർട്ടിക്കിൾ 47. ആർട്ടിക്കിൾ 47 പറയുന്നത് ഇൻടോക്സിക്കേറ്റിംഗ് ആയിട്ടുള്ള ഡ്രഗ്സ് ഇതെല്ലാം എന്ത് ചെയ്യണം? പൂർണ്ണമായും ഒഴിവാക്കുക. അത് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണെന്നാണ് 47 പറയുന്നത്. പക്ഷേ ഇത് ആപ്ലിക്കബിൾ ആണോ? അല്ല. കാരണം DPSP നോൺ ജസ്റ്റിസിയബിൾ ആണെന്ന് ഓർക്കുക. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ആർട്ടിക്കിൾ 48. ആർട്ടിക്കിൾ 48 പറയുന്നത് പാല് തരുന്ന മൃഗങ്ങൾ, ഇപ്പോൾ കാവ്സ് ആവാം, ഇവരെയൊക്കെ എന്ത് ചെയ്യാൻ പാടില്ല? കൊല്ലാൻ പാടില്ല. അതുപോലെ തന്നെ അവരുടെ ബ്രീഡിനെ നല്ല രീതിയിൽ പരിപോഷിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ബ്രീഡിൻ്റെ ആ ഒരു ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പോയിന്റ്സ് ഒന്ന് റീകളക്ട് ചെയ്യാം. സോ ഗാന്ധിയൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഗാന്ധിയൻ ഐഡിയോളജിയാണ് ഇതിൻ്റെ ബേസ്, അടിസ്ഥാനം എന്ന് പറയുന്നത്. ദ ഫസ്റ്റ് ആർട്ടിക്കിൾ ഈസ് ദാറ്റ് ആർട്ടിക്കിൾ 40 ടു ഓർഗനൈസ് വില്ലേജ് പഞ്ചായത്ത്. ആർട്ടിക്കിൾ 43 പറയുന്നത് പ്രൊമോട്ട് കോട്ടേജ് ഇൻഡസ്ട്രീസ്. ആർട്ടിക്കിൾ 43B. ആർട്ടിക്കിൾ 43B പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജ്മെൻറ്റ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ഓട്ടോണമസ് ഫങ്ഷനിങ് ഒക്കെയാണ് ആർട്ടിക്കിൾ 43B പറയുന്നത്. അടുത്തതായി ആർട്ടിക്കിൾ 46. ആർട്ടിക്കിൾ 46 പറയുന്നത് SC/STയുടെ എഡ്യൂക്കേഷൻ ആൻഡ് എക്കണോമിക് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുക? പ്രൊമോട്ട് ചെയ്യുക. സോഷ്യൽ ഇൻജസ്റ്റിസിൽ നിന്നും എക്സ്പ്ലോയിറ്റേഷനിൽ നിന്നുമൊക്കെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ആർട്ടിക്കിൾ 47 പറയുന്നത് ഇൻടോക്സിക്കേറ്റിംഗ് ആയിട്ടുള്ള ഡ്രഗ്സും ഒക്കെ ഒഴിവാക്കുക. അത് ആരോഗ്യത്തിന് ഹാനികരമാണ്. ആർട്ടിക്കിൾ 48 പറയുന്നു കാൽസ് ഇവരെയൊക്കെ, അതായത് പാല് തരുന്ന മൃഗങ്ങളെ ഒന്നും കൊല്ലാൻ പാടില്ല എന്നും അവരുടെ ബ്രീഡിനെ മെച്ചപ്പെട്ട രീതിയിൽ നല്ല ഹൈ ക്വാളിറ്റി ബ്രീഡ് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഗാന്ധിയൻ പ്രിൻസിപ്പിളിൽ പറയുന്നത്. ആൻഡ് ദ തേർഡ് വൺ ഈസ് ദാറ്റ് ലിബറൽ ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾസ്. ലിബറൽ ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾസിൽ പറയുന്നത് ഐഡിയോളജി ഓഫ് ലിബറസം. കുറച്ചുകൂടെ ഫ്രീ ആയിട്ടുള്ള തോട്ട്സ് ആണ് ഇതിൽ പറയുന്നത്. സോ ഇതിൽ ഫസ്റ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 44 ആണ്. യൂണിഫോം സിവിൽ കോഡ് രാജ്യം മുഴുവൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. നമുക്കറിയാം, നമുക്ക് യൂണിഫോം ക്രിമിനൽ കോഡുണ്ട്, സിവിൽ കോഡ് ഇതുവരെയും നടപ്പിലായിട്ടില്ല. സോ അതാണ് ആർട്ടിക്കിൾ 44 പറയുന്നത്. ആൻഡ് ആർട്ടിക്കിൾ 45 പ്രൊവിഷൻ ഫോർ എയർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ടു ചിൽഡ്രൻ ബിലോ ദ ഏജ് ഓഫ് 6 years. 6 വയസ്സിന് മുൻപ് തന്നെ കുട്ടികൾക്ക് എന്ത് ചെയ്യണം? ആ ഒരു എയർലി ചൈൽഡ്ഹുഡ് കെയറും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്നുള്ളതാണ് ആർട്ടിക്കിൾ 45 പറയുന്നത്. നെക്സ്റ്റ് വൺ ആർട്ടിക്കിൾ 48. അതിൽ പറയുന്നത് അഗ്രികൾച്ചറും ആനിമൽ ഹസ്ബൻഡറിയൊക്കെ എന്ത് ചെയ്യുക? കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ മോഡേൺ ആൻഡ് സയൻറ്റിഫിക് രീതികളിലേക്കൊക്കെ മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുവരിക. ആർട്ടിക്കിൾ 48A അമെൻമെൻറ്റിലൂടെ വന്നതാണ്. അതിൽ പറയുന്നത് ഫോറസ്റ്റും വൈൽഡ് ലൈഫും ഒക്കെ എന്ത് ചെയ്യണം? സംരക്ഷിക്കുകയും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഒരു ബെറ്റർ എൻവയോൺമെൻ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണമെന്നുള്ളതാണ് 48A പറയുന്നത്. നെക്സ്റ്റ് വൺ ആർട്ടിക്കിൾ 49 പറയുന്നത് മോണുമെൻറ്റ്സ്, പ്ലേസസ്, ആർട്ടിസ്റ്റിക് ആൻഡ് ഹിസ്റ്റോറിക് ഇൻട്രസ്റ്റ് ഉള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രദേശങ്ങൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ, മോണുമെൻറ്റ്സ് ഒക്കെ എന്ത് ചെയ്യണം? ആ ഒരു നാഷണൽ ഇമ്പോർട്ടൻസോട് കൂടി തന്നെ അതിനെയൊക്കെ പ്രിസർവ് ചെയ്ത് സംരക്ഷിച്ച് പോരണം എന്നാണ് ആർട്ടിക്കിൾ 49 പറയുന്നത്. ദെൻ ഹിയർ കംസ് ദ ആർട്ടിക്കിൾ 50. ആർട്ടിക്കിൾ 50 വളരെ പ്രധാനപ്പെട്ട, വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു DPSP ആണ്. ബിക്കോസ് ഇവിടെ പറയുന്നത് ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും തമ്മിൽ ഒരു സെപ്പറേഷൻ ഓഫ് പവർ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ആർട്ടിക്കിൾ 50 പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ദാറ്റ് ആർട്ടിക്കിൾ 51. സോ ഇവിടെ പറയുന്നത് ഇൻ്റർനാഷണൽ പീസ് ആണ്. നമ്മുടെ രാജ്യം മറ്റുള്ള രാജ്യങ്ങളുമായി എന്ത് ചെയ്യണം? സമാധാനത്തോടു കൂടി വളരെ ഒരു ഫ്രണ്ട്ലി നേച്ചറോട് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ഒക്കെ ചെയ്ത് തന്നെ ഈ രണ്ട് രാജ്യങ്ങളുടെയും ബന്ധങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ രാജ്യം നല്ല രീതിയിലൊരു അഫെയർ കൊണ്ടുപോകണം എന്നുള്ളതാണ് ആർട്ടിക്കിൾ 51 പറയുന്നത്.
സോ നമുക്ക് പോയിന്റ്സ് ഒന്നുകൂടെ റീകളക്ട് ചെയ്യാം. ലിബറൽ ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾസ് പറയുമ്പം ലിബറലിസം ആണ്, അല്ലെങ്കിൽ ഐഡിയോളജി ഓഫ് ലിബറലിസം ആണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ദ ഫസ്റ്റ് ആർട്ടിക്കിൾ ഈസ് ദാറ്റ് ആർട്ടിക്കിൾ 44 യൂണിഫോം സിവിൽ കോഡാണ് അതിൽ പറയുന്നത്. ആർട്ടിക്കിൾ 45 പറയുന്നത് 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ചൈൽഡ്ഹുഡ് കെയർ ഉറപ്പുവരുത്തുക, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസവും ഉറപ്പാക്കുക. ആർട്ടിക്കിൾ 48 പറയുന്നത് അഗ്രികൾച്ചർ ആൻഡ് ആനിമൽ ഹസ്ബൻഡറി മോഡേൺ ആൻഡ് സയൻറ്റിഫിക് സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കൊണ്ടുവരിക. ആർട്ടിക്കിൾ 48A പറയുന്നത് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് എന്ത് ചെയ്യണം, നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യണം, അതിൻ്റെ എൻവയോൺമെൻറ്റ് സേഫ് ഗാർഡൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ആർട്ടിക്കിൾ 48A. ആർട്ടിക്കിൾ 49 പറയുന്നത് മോണുമെൻറ്റ്സ്, പ്ലേസസ്, അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കായിട്ട് ഇമ്പോർട്ടൻസ് ഉള്ള അല്ലെങ്കിൽ ഹിസ്റ്റോറിക് ഇൻട്രസ്റ്റ് ഉള്ള പ്ലേസസ് ഒക്കെ നാഷണൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, പ്രൊട്ടക്റ്റ് ചെയ്യണം. ആൻഡ് ആർട്ടിക്കിൾ 50 ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും തമ്മിലുള്ള സെപ്പറേഷൻ ഓഫ് പവർ ആണ് അവിടെ പറയുന്നത്. ആൻഡ് ദ ഫൈനൽ വൺ ഈസ് ദാറ്റ് ആർട്ടിക്കിൾ 51 മറ്റുള്ള രാജ്യങ്ങളുമായി നമ്മുടെ രാജ്യം എന്ത് ചെയ്യണം, ഒരു ഇൻ്റർനാഷണൽ പീസിലൂടെ സെക്യൂരിറ്റിയിലൂടെ റെസ്പെക്റ്റോടുകൂടി തന്നെ മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ആർട്ടിക്കിൾ 51 പറയുന്നത്. ഈ 3 പ്രിൻസിപ്പിൾസ് പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിൽ 3 ആർട്ടിക്കിൾ റിപ്പീറ്റ് വരുന്നുണ്ട്. 43 പറയുമ്പം 2 ആർട്ടിക്കിൾസ് ഉണ്ട്, 47 എന്ന് പറയുമ്പോൾ 2 ആർട്ടിക്കിൾസ് ഉണ്ട്, ആൻഡ് 48 2 ആർട്ടിക്കിൾസ് ഉണ്ട്. സോ അത് വളരെ ക്ലിയർ ആക്കി പഠിക്കുക. ദ നെക്സ്റ്റ് പോർഷൻ ഈസ് ദാറ്റ് ന്യൂ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. അതായത് പിന്നീട് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട കുറേയധികം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു അമെൻമെൻറ്റ് വഴി വന്നത് ഏതൊക്കെയാണെന്ന്. സോ നമുക്ക് നോക്കാം. 42nd അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1976 4 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആണ് ഒറിജിനൽ ലിസ്റ്റിലേക്ക് കൂട്ടിച്ചേർത്തത്. ദ ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് ആർട്ടിക്കിൾ 39. നമ്മൾ ഓൾറെഡി പറഞ്ഞു കുട്ടികളുടെ ആരോഗ്യപരമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഉറപ്പാക്കുന്നതാണ് ആർട്ടിക്കിൾ 39. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് ആർട്ടിക്കിൾ 39A ഫ്രീ ലീഗൽ എയ്ഡ് ടു ദ പുവർ. ജനങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ലീഗൽ എയ്ഡ് കൊടുക്കുന്നതാണ് ആർട്ടിക്കിൾ 39A. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് ആർട്ടിക്കിൾ 43A മാനേജ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസിൽ വർക്കേഴ്സിൻ്റെയൊക്കെ പങ്കാളിത്തം ഉറപ്പാക്കുക എന്നുള്ളതാണ് ആർട്ടിക്കിൾ 43A. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ദാറ്റ് ആർട്ടിക്കിൾ 48A ഫോറസ്റ്റും വൈൽഡ് ലൈഫും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക, എൻവയോൺമെൻറ്റ് ആൻഡ് സേഫ് ഗാർഡൊക്കെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് 48A പറയുന്നത്. സോ ഈ 4 ആർട്ടിക്കിളാണ് 42nd അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1976 മുഖേന ഒറിജിനൽ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തത്. അടുത്തതായി 44th അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1978 ഒരു ആർട്ടിക്കിൾ കൂടി ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ആർട്ടിക്കിൾ 38 ആണ്. ഇൻകം, സ്റ്റാറ്റസ്, ഫെസിലിറ്റീസ്, ഓപ്പർച്യൂണിറ്റീസ് ഇതിലെല്ലാമുള്ള ഇന്നിക്വാളിറ്റീസ് എന്ത് ചെയ്യുക, മിനിമൈസ് ചെയ്യുക എന്നതാണ്. അടുത്തതായി നമ്മൾ പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. 86th അമെൻമെൻറ്റ് ആക്ട് ഓഫ് 2002 DPSPയിലെ ആർട്ടിക്കിൾ 45 DPSPയിൽ നിന്ന് മാറ്റി നേരെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ, അതായത് ആർട്ടിക്കിൾ 21A കൊണ്ടുവരുന്നു. സോ ഏതായിരുന്നു ആർട്ടിക്കിൾ 45? കുട്ടികളുടെ ചൈൽഡ്ഹുഡ് കെയറും അതോടൊപ്പം തന്നെ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിത വിദ്യാഭ്യാസവും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ആർട്ടിക്കിൾ 45. അത് നേരെ എന്ത് ചെയ്തു, DPSPയിൽ നിന്ന് മാറ്റി ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ ആർട്ടിക്കിൾ 21A ആക്കി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ആൻഡ് ദ ഫൈനൽ വൺ ഈസ് ദാറ്റ് 97th അമെൻമെൻറ്റ് ആക്ട് ഓഫ് 2011 കൊണ്ടുവന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 43B. സോ ആർട്ടിക്കിൾ 43B എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ മാനേജ്മെൻറ്റ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് ഇതെല്ലാമാണ് ആർട്ടിക്കിൾ 43B പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് പുതുതായി കൊണ്ടുവന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ദ നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് സാങ്ഷൻ ബിഹൈൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എങ്ങനെയാണ് വന്നതെന്ന് അറിയണ്ടേ? സോ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്നൊരാശയം ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതിന് ശേഷം ഓരോ വ്യക്തികളുടെയും അവകാശങ്ങളെ ജസ്റ്റിസിയബിൾ ആയിട്ടും നോൺ ജസ്റ്റിസിയബിൾ ആയിട്ടും ഇങ്ങനെ 2 വിഭാഗങ്ങളാക്കി വിഭജിക്കണമെന്ന് ആദ്യമായിട്ട് പറഞ്ഞ വ്യക്തിയാണ്, അല്ലെങ്കിൽ ആദ്യമായിട്ടൊരു ശുപാർശ ചെയ്ത വ്യക്തിയാണ് BN റാവു. എന്നാൽ ഈ DPSP ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് തേജ് ബഹദൂർ സപ്രു കമ്മിറ്റി. സോ ഇത് തമ്മിൽ തിരിഞ്ഞു പോകാതിരിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. സോ അത്തരത്തിലാണ് ജസ്റ്റിസിയബിൾ എന്നും നോൺ ജസ്റ്റിസിയബിൾ എന്നും 2 പോർഷൻസ് അല്ലെങ്കിൽ 2 പാർട്ട് വരുന്നത്. ജസ്റ്റിസിയബിൾ എല്ലാം എവിടേക്ക് നമ്മൾ കേന്ദ്രീകരിച്ചു, ഫണ്ടമെൻ്റൽ റൈറ്റ്സിലേക്ക്, അതായത് പാർട്ട് 3 ഭരണഘടനയിലെ പാർട്ട് 3 ജസ്റ്റിസിയബിൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ കീഴിൽ കൊണ്ടുവരുന്നു. ആൻഡ് നോൺ ജസ്റ്റിസിയബിൾ ആയിട്ടുള്ള അവകാശങ്ങളൊക്കെയും എന്ത് ചെയ്യുന്നു, ഭരണഘടനയിലെ ഭാഗം 4 DPSPയുടെ കീഴിൽ കൊണ്ടുവരുന്നു. സോ ഇങ്ങനെയാണ് ഈ DPSP അല്ലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒക്കെ ഫോം ചെയ്യുന്നത്.
ആൻഡ് ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്ത സമയത്തോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഭജനങ്ങൾ നടന്ന സമയത്തോ എന്തുകൊണ്ട് DPSPക്ക് ഒരു ജസ്റ്റിസിയബിൾ നേച്ചർ കൊടുത്തില്ല? ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് കൊടുത്ത അതേ ഒരു ജസ്റ്റിസിയബിൾ ആയിട്ടുള്ള ഒരു നേച്ചർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അവകാശങ്ങളൊക്കെ എന്തുകൊണ്ട് ലീഗലായിട്ട് അത് കൊടുത്തില്ല എന്നുള്ളൊരു ചോദ്യം നമുക്ക് വന്നേക്കാം. സോ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്ത സമയത്ത് ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സ്രോതസ്സ് അന്ന് നമ്മുടെ രാജ്യത്തിന് ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കണം. ആൻഡ് രണ്ടാമത് പറയുന്നതെന്ന് വെച്ചാൽ ആ ഒരു നമ്മുടെ ഇന്ത്യ എന്ന് വെച്ചാൽ നമുക്കറിയാം വാസ്റ്റ് ഡൈവേഴ്സിറ്റി ആണ്. സോ അത്രയും വാസ്റ്റ് ആയിട്ടുള്ളൊരു ഡൈവേഴ്സിറ്റി ഉള്ള ഇന്ത്യ എന്ന രാജ്യത്ത് ഇത് നടപ്പിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ആൻഡ് അതോടൊപ്പം തന്നെ നിലവിൽ ആ ഒരു ടൈമിൽ ഇന്ത്യക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഉടൻ പരിഹരിക്കേണ്ടതായിട്ടുള്ളതോ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആ സമയത്ത് ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഈ DPSPയെ നോൺ ജസ്റ്റിസിയബിൾ എന്ന ഒരു വിഭാഗത്തിലേക്ക് ഉൾപ്പെടുത്താനുണ്ടായ കാരണം. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെതിരെയുള്ള ക്രിറ്റിസിസം എന്തൊക്കെയാണെന്നുള്ളതാണ്. സോ 4 പോയിന്റേ ഉള്ളൂ. ദ ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് നോ ലീഗൽ ഫോഴ്സ്. ഓൾറെഡി നമുക്കറിയാം DPSP എന്ന് പറയുന്നത് എന്താണ്? ലീഗലായിട്ട് അതിന് എന്തെങ്കിലും വാല്യൂ ഉണ്ടോ? ലീഗലായിട്ട് അതിന് യാതൊരു വാല്യൂവും ഇല്ല. കാരണം DPSP എന്ന് പറയുന്നത് എന്താണ്? നോൺ ജസ്റ്റിസിയബിൾ ആണ്. ഏതെങ്കിലും ഒരു DPSP നടപ്പിലാക്കാൻ സാധിച്ചില്ല അല്ലെങ്കിൽ ഒരു DPSP നമ്മുടെ DPSPയിൽ പറയുന്ന എന്തെങ്കിലും ഒരു റൈറ്റ്സ് സ്റ്റേറ്റ് പാലിച്ചില്ല എങ്കിൽ അതിനെതിരെ നമുക്ക് മൂവ് ചെയ്യാനോ അതിനെതിരെ ഒരു കേസ് ഫയൽ ചെയ്യാനോ ഒന്നും സാധ്യമല്ല. ബിക്കോസ് ഇറ്റ് ഈസ് നോൺ ജസ്റ്റിസിയബിൾ. എന്തില്ല? ഒരു ലീഗൽ ഫോഴ്സ് ഇല്ല. അതായിരുന്നു ഒന്നാമത്തെ ക്രിറ്റിസിസം. ദ സെക്കൻഡ് വൺ ഈസ് ദാറ്റ് ഇല്ലോജിക്കലി അറേഞ്ച്ഡ്. അല്ലേ, നമ്മൾ ആ സോഷ്യലിസ്റ്റിക്, ഗാന്ധിയൻ, ലിബറൽ ഈ 3 പ്രിൻസിപ്പിൾസ് പറഞ്ഞപ്പോഴും ഒരു ഓർഡറായിട്ടല്ല ആർട്ടിക്കിൾസ് ഒന്നും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 38, 39, 39A കഴിഞ്ഞ് പിന്നെ 41 പിന്നെ 43 വരുന്നത് ഗാന്ധിയനിലാണ്, 44 വരുന്നത് ലിബറലാണ്. അപ്പം ലോജിക്കായിട്ടല്ല എന്ത് ചെയ്തിരിക്കുന്നത്? അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദ തേർഡ് വൺ ഈസ് ദാറ്റ് കൺസർവേറ്റീവ് ആണ്. DPSP എന്ന് പറയുന്നത് എന്താ? കൺസർവേറ്റീവ് ആണെന്ന്. അതായത് കുറേ പഴയ ചിന്താഗതികളും കാര്യങ്ങളും ഒക്കെയാണ്. നമ്മുടെ ഒരു സ്വാതന്ത്ര്യത്തിനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു വ്യക്തിയുടെ അവകാശത്തിനോ ഇഷ്ടത്തിനോ കാര്യങ്ങളോ ഒന്നും അല്ല അതിൽ നടപ്പിലാക്കുന്നത്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഈ ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ് ഒക്കെ ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊരു വ്യക്തിയുടെ ഇഷ്ടമാണ് ഡ്രിങ്ക്സ് സ്വീകരിക്കണോ അല്ലെങ്കിൽ ഡ്രിങ്ക്സ് കഴിക്കണോ എന്നുള്ളതൊക്കെ. സോ ഇത്തരത്തിൽ കൺസർവേറ്റീവ് ആയിട്ടുള്ള കുറേയധികം ചിന്താഗതികളാണ് എന്തിൽ അടങ്ങിയിരിക്കുന്നത്? DPSPയിൽ അടങ്ങിയിരിക്കുന്നത് എന്നാണ് മറ്റൊരു ആരോപണം. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ കോൺഫ്ലിക്റ്റ്. അതായത് സെൻറ്ററും സ്റ്റേറ്റും തമ്മിൽ അല്ലെങ്കിൽ പ്രസിഡൻറ്റും പ്രൈം മിനിസ്റ്ററും തമ്മിൽ അല്ലെങ്കിൽ ഗവർണറും ചീഫ് മിനിസ്റ്റേഴ്സും തമ്മിലൊക്കെ എന്ത് ചെയ്യാൻ സാധിക്കും? കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന്. ഇപ്പോൾ സ്റ്റേറ്റ് എന്തെങ്കിലും ഒരു നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തീരുമാനങ്ങളോ കൊണ്ടുവരാണെങ്കിൽ അത് DPSPക്ക് എതിരാണെങ്കിൽ എന്ത് ചെയ്യില്ല? സെൻറ്റർ അത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ് ഒരു തീരുമാനം കൊണ്ടുവരുമ്പം പ്രസിഡൻറ്റ് പറയുകയാണില്ല, ഈ പറയുന്ന നിങ്ങളിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന റൂൾ അല്ലെങ്കിൽ ഈ ഒരു ലോ, ഈ ഒരു നിയമം എന്ന് പറയുന്നത് DPSPക്ക് എതിരാണ്, ഇത് നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ അവിടെ ഗവൺമെൻറ്റും പ്രസിഡൻറ്റും തമ്മിൽ എന്ത് ചെയ്യുകയാണ്? ഒരു കോൺഫ്ലിക്റ്റ് അവിടെ വരികയാണ്. അതേപോലെ തന്നെ ഇപ്പം മിനിസ്റ്റേഴ്സ്, ചീഫ് മിനിസ്റ്റർ അല്ലെങ്കിൽ മിനിസ്റ്റേഴ്സൊക്കെ എന്ത് ചെയ്യുന്നു? ഒരു പുതിയൊരു നിയമം ഒരു ശുപാർശ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഇത് DPSP വയലേറ്റ് ചെയ്യുന്നതാണെങ്കിൽ ഗവർണർ എന്ത് ചെയ്യത്തില്ല? അതിന് സാങ്ഷൻ കൊടുക്കത്തില്ല. സോ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ എന്താണ്? ഈ പറഞ്ഞ പോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ കോൺഫ്ലിക്റ്റ് നടക്കും. സോ ഈ 4 പോയിൻറ്റ്സാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ ക്രിറ്റിസിസവുമായി നമ്മൾ ഓർത്തിരിക്കേണ്ടത്.